ആപത്തിങ്കൽ സ്മരണയിൽ സദാ ദേവിതൻ പാദയുഗ്മം ചാലേ വന്നീടുകിലതു ശുഭം രക്ഷയായി തീരുമല്ലോ. പാരം സൗഖ്യം ക്ഷിതിയിലനിശം ലബ്ധമായി വന്നുകൊള്ളും. വേദപ്രോക്തം നിഖിലഫലദം ദേവിതൻ പൂജ നിത്യം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധം നവമാധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. ഭൂമിയുടെ ഉൽപ്പത്തിയെപ്പറ്റി, ആവിർഭാവത്തിനെപ്പറ്റി നാരദൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് നാരായണ ഋഷി മറുപടി പറയുന്നു. വാരാഹകൽപ്പത്തില് വരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ പത്നിയും കൂടിയായിരുന്നു ഭൂമി. വാരാഹി എന്ന് പേരുണ്ടായി. ആ വാരാഹിയെ എല്ലാവരും പൂജിക്കുന്നുണ്ട്. അവളുടെ പുത്രനാണ് മംഗളൻ. ആ മംഗളന്റെ പുത്രൻ ഘടേശൻ എന്ന് അവിടെ ആ പേരുകളെ പറഞ്ഞു. അപ്പോഴാണ് ആ വാരാഹിയുടെ പൂജാ വിധികളെപ്പറ്റി അറിയണം, മംഗളന്റെ ജന്മത്തെക്കുറിച്ച് അറിയണം എന്നെല്ലാം പറഞ്ഞപ്പോൾ നാരായണ ഋഷി പറയാൻ തുടങ്ങിയാണ്. വാരാഹേ ജവരാഹശ്ച ബ്രഹ്മണാ സംസ്തുതാ പുരാ ഉദ്ധധാരമഹിം ഹത്വാ ഹിരണ്യാക്ഷം പ്രസാദലാത്. പണ്ട് വാരാഹകൽപ്പത്തില് ബ്രഹ്മാവ് സ്തുതിച്ചപേക്ഷിച്ചതുകൊണ്ട് വിഷ്ണു വരാഹരൂപം കൈകൊണ്ട് ഹിരണ്യാക്ഷനെ കൊന്ന രസാതലത്തിൽ നിന്നും ഭൂമിയെ ഉദ്ധരിക്കുകയുണ്ടായി. വെള്ളത്തിന് മുകളിൽ ഒരു താമരയെപ്പോലെ സ്ഥാപിച്ചു ആ ഭൂമിയെ. അതിൽ നിന്നാണ് ബ്രഹ്മാവ് സുന്ദരമായ ഈ വിശ്വം മുഴുവൻ ചമച്ചത്. ആ വിശ്വത്തിന് അധിഷ്ഠാന ദേവതയായ ഭൂമിദേവി സകാമ ആയതുകൊണ്ട് ആ വരാഹകാരനായ ഭഗവാൻ ഹരി സുന്ദര ആകാരം പൂണ്ട് ഏകാന്തത്തിൽ അവളോടുകൂടി ദിവ്യവർഷവും രാവും പകലും രമിച്ചു. രതിക്രീഡാവിലാസങ്ങളില് ആ വരാഹി പൂർണ്ണമായ സുഖാനുഭൂതിയുടെ പരമാകാഷ്ഠത്തിലെത്തി. അങ്ങനെ വിഷ്ണു രാപ്പകൽ പോയത്, വരാഹമൂർത്തിയായ വിഷ്ണു രാപ്പകൽ പോയത് അറിഞ്ഞില്ല. 1 വർഷം കഴിഞ്ഞ് ബോധവാനായപ്പോൾ അദ്ദേഹം വാരാഹിയെ ഭൂമിയെ വിട്ടു. പഴയ വാരാഹരൂപം ലീലയാ കൈകൊണ്ട് സതിയായ ഭൂമിദേവിയെ ധ്യാനിച്ച് പൂജിക്കുകയും ചെയ്തു. ധൂപദീപങ്ങള്, നൈവേദ്യങ്ങള്, സിന്ദൂര ആദ്യലേപനങ്ങള്, വസ്ത്രങ്ങള്, പുഷ്പങ്ങള്, ഉപഹാരങ്ങള് എന്നിവ കൊണ്ട് പൂജിച്ചിട്ട് ഹരി അവളോട് പറഞ്ഞു, മുനിമാര്, മനുക്കള്, ദേവന്മാര്, സിദ്ധന്മാര്, ദാനുവന്മാര് എന്ന മുതലായവരാൽ നീ പൂജിക്കപ്പെട്ടവളായിക്കൊണ്ട് സർവാധാരയായിട്ട് സസുഖം ഇവിടെ കഴിയാം. കർക്കടക മാസത്തിലെ മകീരം, തിരുവാതിര, പുണർദം, പൂജ്യം എന്നീ 4 ദിനങ്ങൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ ഭൂമി രസജ്വലയായിരിക്കും എന്നാണ് സങ്കല്പം. ഗൃഹാരംഭം, ഗൃഹപ്രവേശം, കുളം, കിണർ തുടങ്ങിയത് കുഴിക്കുക, ആരംഭിക്കുക, കൃഷി തുടങ്ങുക എന്നീ അവസരങ്ങളിലും എൻ്റെ അനുഗ്രഹത്താൽ ദേവാദികൾ നിന്നെ പൂജിക്കും. നിന്നെ പൂജിക്കാത്തവർ അജ്ഞരാണ്, അവർ നരകത്തിൽ പോകുകയും ചെയ്യും എന്ന് ഭൂമിദേവിയെ അനുഗ്രഹിച്ചു ഭഗവാൻ. കേട്ട വസുധ അഥവാ ഭൂമിദേവി ഭഗവാനോട് പറഞ്ഞു, അങ്ങയുടെ കൽപ്പനപ്രകാരം വരാഹരൂപത്തിൽ ഞാൻ ചരാചരാത്മകമായ ഈ വിശ്വത്തെ മുഴുവൻ ലീലയാ ധരിച്ചുകൊള്ളാം. മുത്ത്, പവിഴം, ഹരിവിഗ്രഹം, ശിവലിംഗം, ദേവീബിംബം, ശംഖം, യന്ത്രം, പ്രദീപം, മാണിക്യം, വൈരം, യജ്ഞസൂത്രം, പുഷ്പം, പുസ്തകം, തുളസീദളം, ജപമാല, പുഷ്പമാല, കർപ്പൂരം, സ്വർണം, ഗോരോചനം, ചന്ദനം, സാളഗ്രാമ ജലം ഇവ ധരിക്കുവാൻ ഞാൻ അശക്തയാണ്. എനിക്കതിന് ക്ലേശമുണ്ടെന്ന് അങ്ങ് ധരിക്കണേ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഹേ സുന്ദരി, ഇപ്പറഞ്ഞ പാവന വസ്തുക്കൾ ആരാണോ നിന്നിൽ അർപ്പിക്കുന്നത്
ആ മൂഢന്മാർക്ക് 100 ദിവ്യവർഷം കാലസൂത്രം എന്ന നരകത്തിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമിയെ പൂജിക്കുന്ന സമയത്ത് ഇതൊന്നും അർപ്പിക്കരുത് എന്ന് പറയാണ് ഇവിടെ. ഹേ നാരദ, ഇപ്രകാരം പറഞ്ഞിട്ട് ഭഗവാൻ മൗനം അവലംബിച്ചു. ഗർഭിണിയായ ദേവി അപ്പോൾ തേജസ്വരൂപനായിട്ടുള്ള മംഗളൻ എന്ന് പറഞ്ഞ ഒരു പുത്രനെ പ്രസവിച്ചു. ഹരിയുടെ കൽപ്പന പ്രകാരം എല്ലാവരും ദേവിയെ പൂജിച്ചു. കണ്വശാഖയിൽ പറഞ്ഞ വിധികളുള്ള സ്തുതികളെ കൊണ്ട് അവർ സ്തുതിക്കുകയും ചെയ്തു. മൂലമന്ത്രത്തോടുകൂടി നൈവേദ്യം മുതലായവയെല്ലാം അർപ്പിച്ച് അവൾ 3 ലോകങ്ങളിലും പൂജ്യതയായി തീർന്നു. അപ്പോഴാണ് നാരദൻ ചോദിക്കുന്നത്, കിം ധ്യാനം സ്തവനം തസ്യ മൂലമന്ത്രം ച കിം വദാഗൂഢം സർവപുരാണേഷു ശ്രോതും കൗതൂഹലം മമ. വാരാഹിയായിട്ടുള്ള ഭൂമിയുടെ ധ്യാനവും സ്തുതിയും മൂലമന്ത്രവും എന്താണ് എന്ന് പറഞ്ഞു തരൂ. സർവപുരാണങ്ങളിലും ഗൂഢമായിരിക്കുന്നത് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നാരായണ ഋഷി അത് പറയാൻ തുടങ്ങിയത്. ആദൗജ പൃഥിവീ ദേവി വരാഹേണ ച പൂജിത തതോ ഹി ബ്രഹ്മണാ പശ്ചാത് പൂജിത പൃഥിവീ തഥാ. ആദ്യം വരാഹരൂപിയായ ഭഗവാനാണ് ഭൂമി ദേവിയെ പൂജിച്ചത്. അതിനെ തുടർന്ന് പിന്നീട് ബ്രഹ്മാവ് ഭൂമിയെ പൂജിച്ചു. അതിനുശേഷം സകല മുനികളും ഇന്ദ്രനും മനുക്കളും മനുഷ്യരും ഒക്കെ പൂജിച്ചു. ധ്യാനം, സ്തുതി, മന്ത്രം എല്ലാം ഞാൻ പറഞ്ഞു തരാം, കേട്ടുകൊള്ളൂ എന്ന് പറയാണ്. ഓം ഹ്രീം ശ്രീം ക്ലീം വസുധായൈ സ്വാഹേത്യനേന മന്ത്രേണ വിഷ്ണുനാ പൂജിതാ പുരാ ശ്വേതപങ്കജവർണാഭാം ശരചന്ദ്രനിഭാനനാം. ആ മൂലമന്ത്രത്തിനെയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഭൂമിദേവിയെ, വരാഹി സ്വരൂപിയായ ഭൂമിദേവിയെ പൂജിക്കാനുള്ള മൂലമന്ത്രം ഓം ഹ്രീം ശ്രീം ക്ലീം വസുധായൈ സ്വാഹ എന്ന മന്ത്രം കൊണ്ട് പണ്ട് വിഷ്ണു പൂജിച്ചു. താമരപ്പൂ നിറവും വെളുത്ത താമരയുടെ നിറവും ശരചന്ദ്രന്റെ മുഖകാന്തിയുമുള്ളവളായി സർവാംഗം ചന്ദനംപൂശി രത്നാഭരണങ്ങൾ അണിഞ്ഞവളായിട്ട് രത്നധാരയും രത്നഗർഭയും രത്നാകരനുമായി വന്നി പോലെ അഗ്നി പോലെ വിശുദ്ധമായ ശരീരം ധരിക്കുന്നവളായിട്ട് സുസ്മിതയായി വന്ദിതയുമായിരിക്കുന്ന ഭൂമിയെ ഞാൻ ഭജിക്കുന്നു എന്നതവിടെ ഭഗവാൻ മഹാവിഷ്ണു തന്നെ ഈ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് ദേവിയെ സ്തുതിച്ചു. ഇനി കണ്വ ശാഖോക്തമായിട്ടുള്ള ആ സ്തുതിയാണ് നാരദ മഹർഷിക്ക് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ആ ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീഹരയേ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.